ഇപ്പോൾ മാർട്ടിൻ ജോർജ് കണ്ണൂർ DCC പ്രസിഡന്റ് കൂടി നമുക്കൊപ്പം ഉണ്ട്. ശ്രീ മാർട്ടിൻ ജോർജ്, താങ്കൾ ഒരു പരാതിക്കാരൻ കൂടിയാണിതിൽ ആഭ്യന്തര വകുപ്പെതിരായ ഇയാളുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട്. ഇതിൽ പഴുതടച്ചൊരു നീക്കം എങ്ങനെ കണ്ണൂരിലേക്ക് ഇയാൾ എത്തി, കേരളത്തിനകത്തുകൂടെ ഇങ്ങനെ സ്വതന്ത്രമായി എങ്ങനെ സഞ്ചരിക്കാൻ കഴിഞ്ഞു? നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ പോലീസിനകത്ത് ചിലർ ഇപ്പോഴും ആയങ്കിക്ക് വേണ്ടി നിലപാടെടുക്കുന്നുണ്ട്, വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നു എന്ന കാര്യം? ഇതിനകത്ത് കൃത്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് 2 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ ഒരു കാര്യമായിട്ട് തന്നെ ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പോലീസിന്റെ ഇടയിൽ വിഷയമുണ്ടോ, ചോർത്തി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. പക്ഷെ അവരത്തരം അങ്ങനെയുണ്ട്. ഇത് വളരെ പഴുതടച്ച ഒരു അന്വേഷണം തന്നെയാണ്. നേരത്തെ അത്തരത്തിലുള്ള ഏർപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത് കൃത്യമായി പഴുതടച്ച് തന്നെയാണ് കേരളത്തിലെ പോലീസ് ഈ അന്വേഷണം നടത്തിയതും പ്രതിയെ കൃത്യമായി പിടിക്കാൻ വേണ്ടി സാധിച്ചതും. അതിനകത്ത് വേറെ ഒരു വിഷയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു വിഷയം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന് 2 ദിവസം കൊണ്ട് തന്നെ പിടിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. 2 ദിവസം എന്ന് പറയുമ്പോഴേ കേരളത്തിനകത്ത് ഒരു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് ഒരു പയ്യൻ, വലിയ അന്താരാഷ്ട്ര ക്രിമിനലൊന്നുമല്ല, ഈ കേരളത്തിൽ തന്നെ ഉള്ള ആളാണ്, ഇയാളെയാണ് പിടികൂടാൻ നമുക്ക് ഈ ദിവസം വേണ്ടി വന്നത്. അതൊരു വിമർശനമുള്ള കാര്യമാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം, ഈ ADGP വിജയൻ പറഞ്ഞ ഒരു കാര്യം, ചില സ്പോൺസർമാരുണ്ട് ഈ അർജുൻ ആയങ്കിക്ക്, അവരിലേക്ക് കൂടി അന്വേഷണം എത്തുമെന്ന് പറയുന്നു. ഈ ആരാണ് ഈ സ്പോൺസർമാർ? അതിൽ രാഷ്ട്രീയ നേതാക്കളുണ്ടോ അതോ മറ്റു ബിസിനസ് ബന്ധമാണോ? അല്ലെ, അതിന് സ്പോൺസർമാരുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ അന്താരാഷ്ട്ര കുറ്റവാളി അല്ലാത്ത ഒരാള് ഇങ്ങനെ കേരളത്തിൽ നടക്കുമ്പോൾ അവർക്ക് അത്യാവശ്യം അതിനുവേണ്ട സംവിധാനങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് എല്ലാ ടൈപ്പ് ആളുകളും ഉണ്ടാകുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇപ്പൊ മുഖ്യമന്ത്രിയും MV ജയരാജനും ഒക്കെ രാഷ്ട്രീയ രംഗത്ത് തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്രമാത്രമാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കറിയില്ല. എന്തായാലും ഇതിനകത്ത് അദ്ദേഹത്തിന്റെ നേരത്തെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തെ CPM-ന്റെ ഒരു എല്ലാ രീതിയിലുള്ള ഇതിന് കുറ്റകൃത്യങ്ങളിലും ഒക്കെ തന്നെ പങ്കാളിയായിട്ടുള്ള ഒരാള് എന്ന നിലയിൽ അതിന്റേതായ രീതിയിലുള്ള പിന്തുണയും അദ്ദേഹത്തിന് ആ ഭാഗത്തുനിന്ന് ലഭിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അപ്പൊ ഇദ്ദേഹം ഈ സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള എല്ലാവിധ കുറ്റകൃത്യങ്ങളിലും ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആ നിലയിലുള്ള അദ്ദേഹത്തിന് സപ്പോർട്ട്, പുറത്തുനിന്നുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധം എന്ന് നിലനിർത്തിക്കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെതായ ആ രീതിയിലുള്ള സപ്പോർട്ടും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പോലീസിൽ ഇപ്പോഴും സർക്കാർ മാറിയെങ്കിലും പഴയ ഒരു രാഷ്ട്രീയ ബന്ധവും താല്പര്യവും സൂക്ഷിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. അവരാണ് ഇവരെയൊക്കെ സഹായിക്കുന്നതെന്നൊരു ആക്ഷേപമുണ്ട്. ശരിയാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? പോലീസിൽ ഇപ്പോഴും അവരെ രാഷ്ട്രീയവൽക്കരിച്ച ഒരു പോലീസ് ആണല്ലോ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ കൊണ്ടു നടന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അത് കൃത്യമായി അന്വേഷണ വിധേയമായി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷവും പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു CPM പോലീസ് എന്ന നിലയിൽ പോലീസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് കൃത്യമായ ഒരു അന്വേഷണം, പഴുതടച്ച ഒരു അന്വേഷണം അക്കാര്യത്തിലും ഉണ്ടാകണം. കാരണം ഇത്തരം ആളുകളൊന്നും സമൂഹത്തില് വിരാജിക്കുന്നത് ശരിയായ ഒരു സമീപനമല്ല, ശരിയായ ഒരു സന്ദേശവുമല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയെയും പോലീസ് ഓഫീസർമാരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുന്ന ആ തരത്തിൽ പോകുമ്പോൾ ഇതൊക്കെ ബാക്കിയുള്ളവര് നോക്കിക്കാണുമ്പോൾ കേരളത്തിന്റെ ഒരു നിയമ സംവിധാനത്തെ തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടല്ലേ? അപ്പം ഈ ഇത്തരത്തിൽ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ എന്ന് വിളിക്കാവുന്ന, അതായത് രാഷ്ട്രീയ ബന്ധത്തെ തങ്ങളുടെ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട്. സമൂഹ മാധ്യമത്തിലൊക്കെ വലിയ ഇടപെടൽ നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളെ, ഇത് അർജുൻ ആയെങ്കിൽ ഒതുക്കരുത്, അതിലും കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകണം, അല്ലെങ്കിൽ അത്തരം ആളുകളെയും നിയമ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം. അതായിരിക്കുമോ പോലീസിന്റെ നിലപാട്? പോലീസിന്റെ നിലപാട് അതാണെന്ന് ആഭ്യന്തരമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന് തന്നെ പ്രത്യേക സ്ക്വാഡ് തന്നെ രൂപീകരിച്ചുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമെന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഓപ്പറേഷൻ തൂഫാനിലൂടെ ഒരുപാട് ഇത്തരം കുറ്റകൃത്യക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കേരള പോലീസിന്. അത് നടപ്പിലാക്കുമെന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉന്നത പോലീസ് ഓഫീസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി നടപ്പിലാക്കണം എന്നുള്ളതാണ്. കാരണം ഓണം അടക്കം ഒരുപാട് കാര്യങ്ങൾ വരാൻ പോകുന്നതാണ്. അപ്പൊ ഇത്തരം ക്രിമിനലിന്റെ അഴിഞ്ഞാട്ടം ഒരു കാരണവശാലും കേരള സമൂഹത്തിന് പറ്റുന്ന കാര്യമല്ല. അത്
അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ പിണറായി വിജയനും എം വി ഗോവിന്ദനും അടക്കമുള്ള CPM നേതൃത്വങ്ങളെല്ലാം ഈ ആയങ്കിയെ തള്ളിപ്പറഞ്ഞു, ഞങ്ങളുമായി ഒരു ബന്ധമില്ലെന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് CPMന്റെ സഹായം ഇപ്പോഴും കിട്ടിയെന്ന് പറയാനാവുക? അത്തരം സഹായം കിട്ടുന്നുവെന്ന് കോൺഗ്രസ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അത് അവര് തള്ളി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതൊരു തള്ളി പറഞ്ഞ ആത്മാർത്ഥത്തിൽ കൂടെയാണോ എന്നുള്ളത് കാര്യം എനിക്കറിയില്ല. പക്ഷെ അവര് തള്ളി പറഞ്ഞതായിട്ട് കേൾക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷെ ഇദ്ദേഹത്തിന് കൃത്യമായ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് വേറൊരു വശമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. അതായത് ഈ പുറമേക്ക് പറഞ്ഞെങ്കിൽ കൂടിയും ഇപ്പോഴും പാർട്ടി ബന്ധങ്ങളൊക്കെ അത്തരം സഹായങ്ങളൊക്കെ സജീവമായി ഇവർക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണോ കരുതുന്നത്? ഇല്ല, ആ രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ഒളിച്ചിരിക്കാനും മറ്റേ ആ ഒരു പ്രസ്താവന ഇറക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുന്ന അത്തരം സംഭവങ്ങളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അത് ഒരു പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പാർട്ടിയുടെ ഉന്നത നേതാവും പറഞ്ഞതിനെ ഞാൻ അതേപടി അങ്ങ് തള്ളുന്നതല്ല, മറിച്ച് അത് എന്താണ് എന്നുള്ളത് കാര്യം കൂടി അന്വേഷണ വിധേയമാക്കണം. ആരാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത്? പാർട്ടി ലീഡർഷിപ്പിന്റെ ഉണ്ടോ, പാർട്ടിക്കാരുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേരത്തെ അദ്ദേഹം ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച് അദ്ദേഹം പാർട്ടിയുടെ ഒരാൾ എന്ന നിലയിൽ ഇത്തരം ആക്ടിവിറ്റീസിന് ആ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് അതിന്റെ ചെന്ന ഒരുപക്ഷെ പിന്തുണ ഇപ്പോഴും നിലവിൽ കിട്ടുന്നുണ്ടാവും. നേതൃത്വം അറിയാതെയാണോ അല്ലെ അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും ഇതിന്റെ പിന്നിലുള്ള ആളുകളെ ആരാണ് എന്നുള്ളത് കൃത്യമായി കണ്ടുപിടിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പൊതുസമൂഹത്തിന്റെ ഒരു ആവശ്യമാണ്. ഇത്തരം പ്രസ്താവനകളും ഇത്തരം സോഷ്യൽ മീഡിയ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും താല്പര്യമുള്ള കാര്യമല്ല എന്നുള്ളതിന് ഒരു സംശയം. ഒരു കാര്യം കൂടി, താങ്കൾക്ക് കണ്ണൂർ രാഷ്ട്രീയം കൃത്യമായി അറിയാവുന്ന ആളുകൂടിയാണല്ലോ. ഇത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലോ. ഇത് സമീപകാലത്ത് കോൺഗ്രസിലും സമാന സ്വഭാവമുള്ള ചില നേതാക്കളൊക്കെ കോൺഗ്രസിൻ്റെ ലേബലിൽ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റിയും സമൂഹ മാധ്യമ ഇടപെടലുകളുമൊക്കെയായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അത്തരം ആളുകളെ കൂടി കൈകാര്യം ചെയ്യാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതല്ലേ? അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയാൻ കോൺഗ്രസ് പാർട്ടിയും തയ്യാറാകുമോ? കോൺഗ്രസിൽ അത്ര ആളുകളെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം തള്ളി പറഞ്ഞിട്ടുണ്ടാവും, അതിനെ പിന്തുണ കൊടുക്കുകയില്ല. അതൊരു സംശയമില്ല. ആരാന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അത്തരം ആളുകൾ ഉണ്ട് എങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സമീപനം വെച്ച് അത്തരം ആളുകളെ തീറ്റിപ്പോറ്റുന്ന ഒരു സമീപനം കോൺഗ്രസ് പാർട്ടിക്കില്ല. അല്ല, ഇടുക്കിയിൽ ഒരു SFI നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിപ്പട്ടികയിലുള്ള വ്യക്തിയെ അന്നത്തെ KPCC അധ്യക്ഷൻ K. സുധാകരൻ അദ്ദേഹത്തോട് ചേർത്ത് പിടിച്ചതും രാഷ്ട്രീയ നിലപാട് എടുത്തതുമൊക്കെ വലിയ വിവാദമായിരുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയ നേതൃത്വങ്ങൾ പൊതുവിൽ കറകളഞ്ഞ് ഇക്കാര്യത്തിൽ ശുദ്ധത വരുത്തേണ്ടേ എല്ലാ അർത്ഥത്തിലും? ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ തന്നെ കൃത്യമായി ആ കൊലപാതകം ആരാണ്, എങ്ങനെയാണ്, ആരാണ് ആവിഷ്കരിച്ചത്, ആരാണ് നടപ്പിലാക്കിയത്, ഹോസ്റ്റലിൽ നിന്നും ആളുകൾ ഇറങ്ങി വരുന്ന സീനും എല്ലാം ഉണ്ട്. അപ്പൊ അത് കൃത്യമായി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിൽ പ്രതിയല്ല എന്നുള്ളത് അന്നേ KPCC പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടി നേതൃത്വം DCC പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതും ഇതുമായി കൂട്ടിയോജിപ്പിക്കുന്നതിൽ കാര്യമില്ല. അതൊരു ഇൻസിഡന്റ് എങ്ങനെയാണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്, അദ്ദേഹം അതിനകത്ത് പ്രതിയല്ല എന്നുള്ളതാണ് ഞങ്ങൾ അന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് അതുമായി താരതമ്യം ചെയ്ത ഒരു സാമ്യമുള്ള ഒരു കേസായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടി സാധിക്കില്ല. ശരി, വളരെ നന്ദി. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആണ്, അദ്ദേഹമാണ് പ്രതികരിച്ചത്. അദ്ദേഹമാണ് ഈ വിഷയത്തിലെ ഒരു പരാതിക്കാരൻ കൂടി. അതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ പ്രശ്നം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.